ഹായ് കൂട്ടുകാരെ, ആൻഡ്രോ ക്രിയേഷൻസിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കൂട്ടുകാരെ, കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മുടെ ഫോണിൻ്റെ ബാക്ക് ഗ്ലാസ് എങ്ങനെയാണ് സേഫായിട്ട് റിമൂവ് ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചുള്ള വീഡിയോ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ വേണം എന്നുള്ളവർ അത് കാണുക. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു ചാർജിങ് ഇഷ്യൂസ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ഫോണാണ്. ചാർജിങ് ഇഷ്യൂസ് വരികയാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത് നമ്മുടെ ഫോണിൻ്റെ ബാറ്ററി തന്നെയാണ്. നമ്മൾ ഇളക്കുമ്പോഴത്തേക്കും ബാറ്ററി വല്ല വീർത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ബാറ്ററി ചെക്ക് ചെയ്യണം. ഞാനിപ്പോൾ ചാർജ് കുത്തി കാണിച്ചു തരാം. കണ്ട യാതൊരുവിധ റെസ്പോൺസും ഇല്ല. ഓൾറെഡി ഫോണിൽ ചാർജ് തീർന്ന് മൊത്തത്തിൽ ചാർജ് തീർന്ന് ഫോൺ ഓഫായതാണ്. ഫോണിൽ ചാർജ് കയറുന്നില്ല. അപ്പോൾ യാതൊരുവിധ ചാർജ് കയറുന്ന യാതൊരു സിമ്പിളും ഇല്ല. അപ്പോൾ നമുക്ക് ഇതേപോലുള്ള ചാർജ് കയറാത്ത എന്തെങ്കിലും പ്രോബ്ലംസ് വരികയാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ബാറ്ററിയും സബ് ബോർഡും അല്ലെങ്കിൽ ചാർജിങ് ബോർഡുമാണ്. അപ്പോൾ ഞാനിതിൻ്റെ മെയിൻ ബോർഡ് ഇളക്കുന്നില്ല. ഇപ്പോൾ ആദ്യം നമുക്ക് ഇതിൻ്റെ സബ് ബോർഡ് ഒന്ന് ഇളക്കി നോക്കണം. അപ്പം ബാറ്ററി നമ്മൾ ഇളക്കുമ്പോൾ ബാക്ക് കവർ ഇളക്കുമ്പോഴത്തേക്കും ബാറ്ററി എന്തെങ്കിലും വീർത്തിരിപ്പുണ്ടെങ്കിൽ വീർത്താണ് ഇരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ബാറ്ററി മാറണം. അപ്പോൾ അതുകൊണ്ടും ഈ ഒരു പ്രോബ്ലംസ് വരാം. അപ്പോൾ നമുക്ക് ആദ്യം താഴെ നിന്ന് മുകളിൽ പുടി നല്ല നമ്മൾ ചാർജ് കുത്തുന്നു. അപ്പം ചാർജ് കുത്തുന്നതുമായി ബന്ധപ്പെട്ട് താഴെ നിന്ന് മുകളിലോട്ട് തന്നെ ചെക്ക് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. കാരണം CC കണക്റ്റിൻ്റെ അവിടെ കണക്ഷൻ കറക്റ്റായിട്ട് വരുന്നുണ്ടോ നോക്കണം. അതുപോലെ തന്നെ സ്ട്രിപ്പിൻ്റെ അവിടെയും കറക്റ്റായിട്ട് 5 വോൾട്ട് മുതൽ 10 വോൾട്ട്. ഇപ്പോഴത്തെ ഫോണുകളുടെ ഫാസ്റ്റ് ചാർജിങ് ഡിപ്പെൻഡ് ചെയ്ത് വോൾട്ടിന് വ്യത്യാസം ഉണ്ടാകും. എങ്കിലും 5 വോൾട്ട് മിനിമം 5 വോൾട്ട് എങ്കിലും നമുക്ക് അവിടെ കിട്ടണം. അപ്പം നമുക്ക് ആദ്യം ഇതിൻ്റെ CC ബോർഡ് തന്നെ നമുക്ക് ഇളക്കി ചെക്ക് ചെയ്യേണ്ടതുണ്ട്. CC ബോർഡിൻ്റെ അവിടെ ചെക്ക് ചെയ്ത് അതിൽ നമ്മൾ പ്രോപ്പറായിട്ടുള്ള വോൾട്ട് വരുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. ചിലപ്പോൾ ഇതിൻ്റെ കണക്ടറൊക്കെ കോൺടാക്റ്റ് ഇല്ലാതെ ലൂസായി കിടന്നിട്ട് ചിലപ്പോൾ തറയൊക്കെ വീണ് ഇതിൻ്റെ കോൺടാക്റ്റ് കട്ടായിട്ട് സ്ട്രിപ്പുമായിട്ടുള്ള കോൺടാക്റ്റായി കട്ടായിട്ട് ഇത്തരം പ്രോബ്ലംസുകൾ വരാറുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യമേ മദർ ബോർഡൊക്കെ ഇളക്കി വലിച്ച് പൊളിച്ച് എടുത്ത് മദർ ബോർഡ് വർക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ ഉടൻ തന്നെ നമ്മൾ ബാറ്ററി മാറുകയോ ചെയ്യാതെ ഫസ്റ്റ് നമ്മൾ താഴെ നിന്ന് തന്നെ 1 by 1 ആയിട്ട് തന്നെ ചെയ്യുന്ന സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് തന്നെ ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. അങ്ങനെ ആകുമ്പോഴത്തേക്കും നമുക്ക് കംപ്ലയിൻറ്റ് വളരെ പെട്ടെന്ന് കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ കൂടുതൽ നമുക്ക് സ്പെയർ മാറേണ്ടിയും വരില്ല. നമുക്ക് ഇതിൽ ഒരു പരീക്ഷണം നടത്തേണ്ടതൊന്നും വരത്തില്ല. അപ്പോൾ നമ്മൾ ആദ്യം ഫസ്റ്റ് നമ്മൾ ഇതിൻ്റെ CC ബോർഡ് നമ്മളൊന്ന് ഇളക്കുകയാണ്. നമ്മൾ CC ബോർഡ് ഇളക്കിയ ശേഷം നമ്മളിതിൻ്റെ നമ്മൾ വെളിയിലെടുത്തിട്ടില്ല. ഇതിൻ്റെ സ്ട്രിപ്പ് നമ്മൾ ആദ്യം ഇളക്കി നോക്കേണ്ടത് ഈ സ്ട്രിപ്പ് ഒന്ന് ക്ലീൻ ചെയ്ത് ഇട്ട് നോക്കുക. കാരണം സ്ട്രിപ്പിൻ്റെ കംപ്ലയിൻറ്റ് കൊണ്ട് നമുക്ക് ഇത്തരം ഇഷ്യൂസുകൾ വരാറുണ്ട്. നമ്മൾ ഫസ്റ്റ് കുറച്ച് IP ഉപയോഗിച്ചുകൊണ്ട് സ്ട്രിപ്പിൻ്റെ അവിടെയും നമ്മളൊന്ന് ക്ലീൻ ചെയ്യുകയാണ്. കൂടുതലും തറയിൽ വീഴുമ്പോഴത്തേക്ക് ഈ സ്ട്രിപ്പ് ഈ ഒരു സബ് ബോർഡിൻ്റെ അവിടെ നിന്ന് അല്ലെങ്കിൽ മെയിൻ ബോർഡിൻ്റെ അവിടെ നിന്ന് ഇളകി പോയിട്ട് ഈ ഇഷ്യൂസ് വരാറുണ്ട്. അപ്പോൾ നമ്മൾ മെയിനായിട്ട് ഫസ്റ്റ് ഇളക്കിയിട്ട് നമുക്ക് കൂടുതൽ സ്പെയർ ഒന്നും മാറാത്ത രീതിയിൽ തന്നെ ചെയ്യാൻ ശ്രമിക്കുക. കാരണം ഇപ്പോഴത്തെ സ്പെയറിനൊക്കെ ഭയങ്കര വിലയും മറ്റു കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ ഒരു IP ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ആ സ്ട്രിപ്പിൻ്റെ അവിടെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമ്മൾ വീണ്ടും കൊടുത്തു. നമ്മൾ വേറെ ഒന്നും തന്നെ ചെയ്തില്ല. ഇപ്പം നമ്മൾ ആ സ്ട്രിപ്പ് ഇളക്കി ഒന്ന് ചെയ്തു. സ്ട്രിപ്പ് ഇളക്കിയിട്ട് ഒന്ന് IP ഉപയോഗിച്ച് ക്ലീൻ ചെയ്തതിന് ശേഷം വീണ്ടും അത് സെറ്റ് ചെയ്തു. ഇനി നമുക്കൊന്ന് ചാർജ് കുത്തി നോക്കാം, ചാർജ് കയറുന്നുണ്ടോ ഇല്ലയോ നോക്കാം. അപ്പം ചാർജ് കയറുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് പോകാം. ചാർജ് കയറുന്നുണ്ടോ ഇല്ലയോ നോക്കാം. ഓക്കെ, ഫോണിൻ്റെ ചെറിയ റെസ്പോൺസ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. ചാർജിങ് സിമ്പിൾ വരുന്നുണ്ടോ നോക്കാം. ചാർജിങ് സിമ്പിൾ വരുന്നുണ്ട്. നമുക്ക് ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഫോണൊന്ന് ഓണാക്കി നോക്കാം. ഓണാക്കുമ്പോൾ കറക്റ്റായിട്ട് അറിയാൻ പറ്റും. 4% ബാറ്ററി പെർസെൻറ്റേജ് ഉണ്ട്. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഫോൺ ഓണാവും. നമുക്ക് ഫോണൊന്ന് ഓണാക്കി നോക്കാം, ചാർജ് കയറുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയാം. നേരത്തെ ഫോണ് ടോട്ടലി ഡെഡായിരുന്നു. ഇപ്പോൾ നമ്മൾ സബ് ബോർഡിൻ്റെ ആ ഒരു കണക്ടർ നമ്മൾ ക്ലീൻ ചെയ്തിട്ടപ്പോഴത്തേക്കും ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഫോൺ ഓണാവുന്നുണ്ട്. നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം, ഓണാവുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. കാരണം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ചാർജ് സിമ്പിൾ ഉണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ചാർജ് സിമ്പിൾ ഉണ്ട്. 4% ഉണ്ട്. ചാർജ് സിമ്പിളൊക്കെ കാണിക്കുന്നുണ്ട്. അതിൻ്റെ അർത്ഥം ഫോണിൽ ചാർജ് കയറുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് ഇതുപോലുള്ള ചെറിയ മൈന്യൂട്ട് കംപ്ലയിൻ്റ് ആയിരിക്കും മിക്കവാറും ഒക്കെ ഫോണുകളിൽ ചാർജ് സംബന്ധമായിട്ട് ഇഷ്യൂസ് വരുന്നത്. നമ്മൾ ഇത് ചെയ്തിട്ട് നമുക്ക് ചാർജ് കയറുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ ഔട്ട്പുട്ടിൻ്റെ വോൾട്ട് ചെക്ക് ചെയ്തതിന് ശേഷം
നമുക്ക് ഇതിൻ്റെ CC ബോർഡ് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് മാറാൻ സാധിക്കും. ഇത്രയും ഭാഗം മാത്രമായിട്ട് നമുക്ക് മാറാൻ സാധിക്കും. ഇത്രയും ഭാഗം മാത്രമായിട്ട് ഒരു ചെറിയൊരു ബോർഡാണിത്. CC ബോർഡ് എന്ന് പറയും, അല്ലെങ്കിൽ സബ് ബോർഡ് എന്ന് പറയും. നമുക്ക് ഇത്രയും മാത്രമായിട്ട് മാറാൻ സാധിക്കും. വലിയ എമൗണ്ടൊന്നുമില്ല. ഒരു 500 രൂപ 600 രൂപയ്ക്കകത്ത് ഓരോ ഡിപ്പെൻഡ് മോഡൽ അനുസരിച്ച് വളരെ 500-600 രൂപയ്ക്കകത്ത് മാത്രമേ ഈ ഒരു ബോർഡിന് വില വരുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു ബോർഡ് മാറുമ്പോൾ തന്നെ ഏകദേശം മിക്ക ഫോണുകളുടെയും ചാർജിങ് ഇഷ്യൂസ് മാറാറുണ്ട്. എന്നിട്ടും മാറിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ മെയിൻ ബോർഡും അതുപോലെ തന്നെ ബാറ്ററിയൊക്കെ നമ്മൾ ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ വേറെ പ്രോബ്ലംസ് ഒന്നും ഇല്ല. ഇപ്പം ചാർജ് കയറുന്നുണ്ട്, ചാർജ് സിമ്പിളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കിപ്പം അടുത്തൊരു വീഡിയോയുമായി കാണാം. ബൈ. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യുന്നതോടൊപ്പം തന്നെ മറ്റുള്ളവരെ അറിവിലേക്ക് ഷെയർ ചെയ്ത് കൂടി കൊടുക്കുക. അടുത്തൊരു വീഡിയോ വീണ്ടും കാണുന്നവരെ ബൈ.